സിർ ക്രീക്ക് ഇപ്പോൾ തർക്കഭൂമിയാക്കാൻ ശ്രമിക്കുകയല്ല, തർക്കഭൂമിയാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ബേൻ ഗംഗ എന്നാണ് പണ്ട് സിർ ക്രീക്ക് അറിയപ്പെട്ടിരുന്നത്. ഈ ബേൻ ഗംഗ ബ്രിട്ടീഷുകാരാണ് സിർ ക്രീക്ക് എന്ന് പേര് വിളിച്ചത്. സിർ ക്രീക്ക് എന്ന് പറഞ്ഞാൽ ഉൾക്കടൽ അല്ലെങ്കിൽ അരുവി എന്നൊക്കെ പറയാം. ഇതൊരു ചതുപ്പ് പ്രദേശമാണ്. നമ്മുടെ ഗുജറാത്തിനും പാകിസ്ഥാനിലെ സിന്ധു പ്രവിശ്യയ്ക്കും ഇടയ്ക്കുള്ള 90 കിലോമീറ്റർ വിസ്തൃതിയിൽ പോകുന്ന 96 കിലോമീറ്റർ നീളത്തിലുള്ള ഒരു മാർഷി ലാൻഡ് എന്ന് പറയാം. പക്ഷേ അതിനകത്ത് അരുവികളുണ്ട്. ഒരു നരേരി എന്ന് പറഞ്ഞ ഒരു തടാകത്തിലെ ജലമാണ് വന്നവിടെ ചേരുന്നത്. അങ്ങനെ വളരെ സജീവം ഈ ചതുപ്പ് പ്രദേശമാണെങ്കിൽ പോലും നീരൊഴുക്കും മത്സ്യബന്ധനവും ഒക്കെ നടക്കുന്ന നേരെ അറബിക്കടലിൽ ചെന്ന് ചേരുന്ന ഒരു അഴിമുഖം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ചെറിയ നദി എന്ന് വേണമെങ്കിൽ പറയാം, ക്രീക്ക് എന്നൊക്കെ പറഞ്ഞാലും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ തർക്ക വിഷയമാണ് എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ഒരു സംഘർഷഭൂമി കൂടിയാണ്. കാരണം 1999 ഓഗസ്റ്റ് 10 എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം ആയിട്ടില്ല. ഇപ്പോൾ 99 കഴിഞ്ഞിട്ട് ഇപ്പോൾ 26 വർഷമാകുന്നുണ്ട്. 26 വർഷം മുമ്പ് ഓഗസ്റ്റ് 10 ഈ കച്ചിലെ ഈ സിർ ക്രീക്കിൻ്റെ മേഖലയിൽ ഒരു പാകിസ്ഥാൻ്റെ ചാര വിമാനം പറന്നു വന്നു. ബ്രഗറ്റ് അറ്റ്ലാന്റിക് എന്ന് പറയുന്ന ഒരു അറ്റ്ലാന്റിക് സംഭവം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ചാര വിമാനം പറന്നു വന്നപ്പോൾ നമ്മൾ ഇന്ത്യ പറഞ്ഞു തിരിച്ചു പോകണമെന്ന് ആവശ്യപ്പെട്ടു. അവർ തിരിച്ചു പോയില്ല. നമ്മൾ എന്ത് ചെയ്തു? വെടിവെച്ചിട്ടു 16 പാകിസ്ഥാൻ്റെ നേവി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നമ്മൾ MiG-21 വിമാനം ഉപയോഗിച്ചിട്ടാണ് ഫയർ ചെയ്തത്. നമ്മൾ എയർ ഡിഫൻസ് അല്ല, ശരിക്കും നമ്മുടെ വിമാനം പോയി പാകിസ്ഥാൻ്റെ ഈ വിമാനത്തെ വെടിവെച്ചിട്ടു 16 പേർ കൊല്ലപ്പെട്ടു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.